മൗനം വിദ്വാനും ഭൂഷണം എന്നാണ് ചൊല്ല്. വിദ്വാനാണെങ്കിലോ എന്തിനും ഏതിനും അഭിപ്രായം പറയുന്നത് നന്നല്ല. നാവിൽ നിന്ന് തെറ്റു വീഴാൻ എപ്പോഴും സാധ്യതയുണ്ട്. നന്നായി അറിയാവുന്ന കാര്യത്തെ പറ്റിയ ആവശ്യമെങ്കിൽ സംസാരിക്കും. എന്നാലും വാക്കിൽ പിഴവും നെൽപതിരും പതിവാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ചില സംഭാഷണ പ്രിയരുണ്ട്. സ്വന്തം താറാവുകൾ അവർക്ക് എപ്പോഴും അരയന്നങ്ങളായിരിക്കും. അന്യർ അത് അംഗീകരിക്കണമെന്നില്ല. ഇക്കാര്യം ഉൾക്കൊള്ളുന്ന മൊഴിയാണ് എ സ്റ്റിൽ ടൺ മേക്സ് എ വൈസ് ഹെഡ് എന്നത്. സന്ദർഭത്തിന് യോജിച്ച തരത്തില് നല്ല ആശയങ്ങൾ നല്ല ഭാഷയിൽ പറയണമെങ്കിൽ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. കൂടെ നല്ല പരിശീലനവും ആവശ്യമാണ്. നമ്മളൊരു സദസ്സിൽ സംസാരിക്കുകയാണെങ്കിൽ അതിന് നല്ല വാക് സാമർഥ്യം തന്നെ വേണം. ആപത്തിൽ നമ്മൾ ധൈര്യമാണ് വേണ്ടത്. ഉയർച്ചയിൽ നമുക്ക് ക്ഷമയാണ് കൈക്കൊള്ളേണ്ടത്. നമ്മളൊരു സദസ്സിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വാക്ചാതുരിയാണ് വേണ്ടത്. യുദ്ധത്തിൽ നമുക്ക് വിക്രമം. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെയാണ് നമുക്ക് വിജയത്തിന് ആവശ്യമായി വരുന്നത്. പക്ഷെ സാധാരണ സന്ദർഭങ്ങളിൽ ഏറെ തുണയായി വരുന്ന മറ്റൊരു മൊഴിയുണ്ട്. എന്താണത്? സ്പീച്ച് ഈസ് സിൽവർ ബട്ട് സൈലൻസ് ഈസ് ഗോൾഡൻ. ചുരുക്കത്തിൽ വാക്കുകളുടെ പ്രയോഗത്തിൽ നാം നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട്. ക്രൂരമായ വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിൽ ചെന്ന് പതിക്കുന്നത് കൂരമ്പ് പോലെയായിരിക്കാം. അതവരെ നന്നായി വേദനിപ്പിക്കും. എത്രയൊക്കെ നമ്മൾ ഇനി മാപ്പ് പറഞ്ഞാലോ വായിൽ നിന്ന് പുറത്തുപോയ വാക്ക് തിരിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല. കേട്ടിട്ടില്ലേ? വായിൽ നിന്ന് വീണ വാക്കും കയ്യിൽ നിന്ന് പോയ ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന്. വേണ്ടത്ര ആലോചിക്കാതെ ചുറ്റും നിൽക്കുന്നവരെ സന്തോഷിപ്പിക്കാനായി വല്ലതുമൊക്കെ വിളിച്ചു പറയുന്ന, വല്ലതുമൊക്കെ അല്ലെങ്കിൽ നന്നായിട്ട് പുലിവാല് പിടിക്കുന്ന വാക്കുകൾ പറയുന്നവരും ഉണ്ട്. ഇങ്ങനെ ആളുകളുടെ ഒരു പ്രത്യേകതയാണ് ഇതിനെപ്പറ്റി അവരോട് പറഞ്ഞ അവരതിനെ നിഷേധിച്ച് തള്ളും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാത്തിലും കയറി നമ്മൾ ഇടപെടുന്ന ശീലം നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പലപ്പോഴായി ദുഃഖിക്കേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എപ്പോഴും അത് ആലോചിച്ചുകൊണ്ട് വേണ്ടിയിരുന്നില്ല 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 നമ്മളെ തന്നെ പഴിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ വ്യക്തിത്വത്തിന് തന്നെയാണ് അത് ബാധിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക,
ഏതൊരു പ്രശ്നം വരുമ്പോൾ എന്റെ ആവശ്യം അതിലുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇടപെടേണ്ടതുണ്ടോ എന്നൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇടപെടാൻ വേണ്ടി ശ്രമിക്കുക. ഒരു രസികന്റെ കഥ കേൾക്കുക. തീരെ മെലിഞ്ഞ ആളാണ്. എന്നിട്ടും അദ്ദേഹം ഭക്ഷണത്തിൽ വലിയ നിയന്ത്രണം കൊണ്ടുവരികയാണ്, ഡയറ്റിങ്. എന്താണ് ഈ ആരപ്പട്ടിണി എന്ന് ചോദിച്ചപ്പോ അയാളുടെ മറുപടി കേൾക്കണം. ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ നാക്കുകൊണ്ടുള്ള 2 കാര്യങ്ങൾ നിയന്ത്രിക്കണമെന്നറിയും: വാക്കും ഭക്ഷണവും. ആദ്യത്തേത് എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തേതെങ്കിലും നിയന്ത്രിക്കാമെന്ന് കരുതി. ഈ പറഞ്ഞത് അതിശയോക്തിയെന്നോ നുണയെന്നോ ഒക്കെ നമുക്ക് തോന്നാം. പക്ഷേ ആ നുണയിൽ തെല്ല് സത്യവും അടങ്ങിയിരിക്കുന്നു. ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, നാവിനെ മെരുക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല, അത് അടക്കമില്ലാത്ത തിന്മയാണ്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നാവിനെ സൂക്ഷിക്കുന്നവർക്ക് സ്വർഗതരമെന്ന്. ഒന്നും പറയാതെ ഘനഗംഭീരത ഭാവിച്ച് അറിവുള്ളവരാണെന്ന് നടിക്കുന്നവരുമുണ്ട്. സംസാരിച്ചാൽ കള്ളി വെളിച്ചത്താവും. അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളുകളുമുണ്ട്. കാക്ക കൃഷ്ണ പീക്ക കൃഷ്ണ, കാവേദ പീക്ക കാക്കയോ, വസന്തകാലെ സംപ്രാപ്തേ കാക്ക കാക്ക പീക്ക പീക്ക. കാക്ക കറുത്തത്, കുയിലും കറുത്തത്. ഇവ തമ്മിലുള്ള വ്യത്യാസം, വസന്തകാലം വരുമ്പോൾ കാക്ക കാക്കയും കുയിൽ കുയിലുമാകും. വസന്തകാലത്ത് മധുരനാദം മുഴക്കാൻ കുയിലിൽ എന്നെ കഴിയൂ. പഴയൊരു അമേരിക്കൻ കഥ കേൾക്കാം. കള്ളച്ചാരായം വാറ്റിയതിന് ഒരു അമേരിക്കൻ ആദിവാസിയെ പോലീസ് പിടികൂടി കോടതിയിലെത്തിച്ചു. ജഡ്ജി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? പ്രതി മൗനം പാലിച്ചു. ജഡ്ജി, നിങ്ങൾക്ക് വക്കീലുണ്ടോ എന്ന് വീണ്ടും ചോദിച്ചു. പ്രതി അപ്പോഴും മൗനം. ജഡ്ജി വീണ്ടും ചോദിച്ചു, ഇംഗ്ലീഷ് അറിയാമോ നിങ്ങൾക്ക്? പ്രതി അപ്പോഴും മൗനം. ഇത്രയുമായപ്പോൾ ജഡ്ജി സർക്കാർ വക്കീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊരു നിസ്സാര കേസാണല്ലോ, ചെയ്തത് കുറ്റമാണെന്ന് പോലും ഇയാൾക്ക് അറിയുന്നില്ല. അങ്ങനെയാണ് തോന്നുന്നത്. സംസാരിക്കാമെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മനസ്സിലാവുന്നുമില്ല. ഞാൻ ഈ കേസ് തള്ളുകയാണ്. ഇവിടെ ഇയാൾ സൈലൻസ് കൊണ്ട് രക്ഷപ്പെട്ടു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. ആ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മൾ അവിടെ ഇടപെടണോ വേണ്ടയോ എന്ന് ആലോചിച്ച് മാത്രം നമ്മൾ തീരുമാനത്തിലെത്തുക. എല്ലാത്തിലും കയറി ഇടപെട്ട് കോളാക്കാണ്ടിരിക്കുക. പിന്നീട് നമ്മൾ അതാലോചിച്ച് ദുഃഖിക്കേണ്ടി വരും. എപ്പോഴും നമ്മള് ആലോചിച്ച് നമ്മുടെ ചിന്തിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളിലും ഇടപെടുക എന്നുള്ളതാണ്. അപ്പോ എല്ലാം നമ്മുടെ ചിന്തകളുടെ ഭാഗമായിട്ടാണ് വരുന്നത്. നമ്മളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. നമ്മളെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അപ്പോ മാക്സിമം നമ്മള് എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിലുള്ള, അതായത് നമ്മൾ എന്ന് പറയുന്ന ഈ അതാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് നിയന്ത്രിക്കാൻ പറ്റും. ഇതെങ്ങനെ പഠിക്കുക? ഇപ്പൊ ഞാനും ഇതുപോലെ തന്നെ എല്ലാത്തിനും ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിലും കയറി ഇടപെടുക, അങ്ങനെയുള്ള ഒരാളായിരുന്നു.
പക്ഷെ ഞാൻ EFT എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുകയും അതിന്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്തുള്ള ഇങ്ങനത്തെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം എനിക്കിൽ നിന്ന് ഒരു ശില്പി ഒരു ശില്പം മോൾഡ് ചെയ്തെടുക്കുന്നത് പോലെ അദ്ദേഹം എന്താ ചെയ്യാ, ആ ഒരു കരിങ്കല്ലിൽ നിന്ന് അതിന്റെ വേണ്ടാത്ത കുറെ ഭാഗങ്ങളെല്ലാം കൊത്തി കൊത്തി മാറ്റി അതിനെ വളരെ ഭംഗിയുള്ള ഒരു ശില്പമാക്കി മാറ്റുന്നു. ഇതുപോലെ നമുക്കും നമ്മളിലുള്ള ഒരുപാട് നെഗറ്റീവ്സിനെ എല്ലാം കൊത്തി കൊത്തി ഒഴിവാക്കി നമുക്ക് നമ്മളെ തന്നെ മോൾഡ് ചെയ്തെടുക്കും. അപ്പൊ നമ്മളെ എങ്ങനെ മോൾഡ് ചെയ്യണം എന്നുള്ളത്, അതിനുവേണ്ടി നമ്മൾ അറിവുകൾ സമ്പാദിക്കേണ്ടത്, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതും ആദ്യം നമുക്ക് വേണ്ട നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് നമുക്ക് അറിവുകൾ. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അറിവില്ലാഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിനെ പറ്റി പറയുന്നത്, അല്ലെ? അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അറിവിനെ സമ്പാദിക്കുക. കൂടെ നമ്മൾ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ ശീലിപ്പിക്കും. മെഡിറ്റേഷൻ എന്തിനാണ്? മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനെ ഒന്നിലേക്ക് കേന്ദ്രീകരിച്ച്, നമ്മുടെ മനസ്സെന്ന് പറഞ്ഞ ഒരുപാട് ചിന്തകളുടെ ഒരു കൂമ്പാരമാണ് നമുക്കറിയാം. അപ്പൊ അതെല്ലാം ഒഴിവാക്കി നമ്മൾ ഒന്നിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം നമ്മളിലേക്ക് എത്തിക്കും. അങ്ങനെ നമുക്ക് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ നല്ല ഒരു വ്യക്തിയാക്കി മാറ്റാനും പറ്റും. നമ്മൾ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി മാറ്റാൻ നമുക്ക് പറ്റും. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ശീലിക്കണം. നമ്മൾ എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കും. അപ്പോ ഞാൻ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ മാറ്റി ഞാൻ ഇപ്പോഴുള്ള ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ EFT എന്ന് പറയുന്ന ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു EFT പഠിച്ച് നല്ലൊരു വ്യക്തിയായി തീരണം, എന്റെ ചിന്തകൾ എന്റെ ഭാഗമാക്കണം, എന്റെ ചിന്തകൾ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിലേക്ക് എന്റെ ചിന്തകൾ, അതല്ലാതെ എന്റെ ചിന്തകളുടെ പിറകെ ഞാൻ ഓടുന്ന ഒരു രീതിയാവരുത് എന്നുള്ളടത്ത് നിങ്ങൾക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉപകരിക്കുന്ന ഒരു കാര്യമാണ് EFT. അപ്പോ ഞാൻ EFT ഞാൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിത്യവും രാവിലെ മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്കൊരു ഹായ് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ നിങ്ങളെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എൻ്റെ കൂടെ സൂമിൽ തന്നെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.